യൂണിറ്റ് 2 ദ വിങ്സ് ഓഫ് ഡ്രീംസ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. അതിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിലെ ആക്ടിവിറ്റി ഫസ്റ്റ് എന്താണ്? ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ് ദ ലിറ്റിൽ ട്രെയിൻ റീച്ച് ദ അതർ സൈഡ് ഓഫ് ദി മൗണ്ടൻ. ഹാവ് യു എവർ ഹെൽപ് സംവൺ ഇൻ ട്രബിൾ? റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് അബൌട്ട് യുവർ എക്സ്പീരിയൻസ്. ലിറ്റിൽ ബ്ലൂ എൻജിന് ലിറ്റിൽ ട്രെയിനെ സഹായിച്ചു അല്ലെ, മൗണ്ടന്റെ അപ്പുറത്തെ സൈഡിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചു. ഇതുപോലെ കുഴപ്പത്തിൽപ്പെട്ട വല്ലവരെയും നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെറിയ പാരഗ്രാഫ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ വല്ലവരെയും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എഴുതാം. നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. അതായത് സ്കൂളില് ഒരു ഫ്രണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഴുന്നത് കണ്ടു, അവന്റെ കാല് മുറിഞ്ഞവൻ കരയാൻ തുടങ്ങി. അവനെ ടീച്ചറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ടീച്ചർ അവന്റെ മുറിയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മരുന്ന് വെച്ചു കൊടുത്തു. ഫ്രണ്ട് അവനോട് നന്ദി പറഞ്ഞു. അവനെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമായി എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം കേട്ടോ. അപ്പൊ എങ്ങനെയാ എഴുതാ? Once I saw my friend fall down while playing at school. He hurt his knee and started crying. I helped him get up and took him to the teacher. The teacher cleaned his wound and gave him first aid. My friend thanked me for helping him. I felt happy because I could help my friend. ഇങ്ങനെ എഴുതാ കേട്ടോ. ആക്ടിവിറ്റി 2 ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് മെനി തിങ്സ്, ലിസ്റ്റ് ദം ബിലോ. ലിറ്റിൽ ട്രെയിൻ ധാരാളം സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അല്ലെ, അത് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ലിറ്റിൽ ട്രെയിൻ കൊണ്ടുപോകുന്ന സാധനത്തില് എന്തൊക്കെയുണ്ട്? കഴിക്കാൻ പറ്റുന്നതും കുടിക്കാൻ പറ്റുന്നതുമായ സാധനങ്ങളുണ്ട്, അതുപോലെ തന്നെ കളിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. തിങ്സ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, തിങ്സ് ടു പ്ലേ വിത്ത്. അപ്പൊ എന്തൊക്കെയാണ് കഴിക്കാനും കുടിക്കാനുമുള്ള സാധനങ്ങള്? ഫാറ്റ് റെഡ് ആപ്പിൾസ്, ബിഗ് റൗണ്ട് ഓറഞ്ചസ്, ലോങ് യെല്ലോ ബനാനാസ്, ഫ്രഷ് കോൾഡ് മിൽക്ക്, ലോലിപോപ്സ്. ഇത്രയൊക്കെയാണ് അല്ലെ. തിങ്സ് ടു പ്ലേ വിത്ത്, കളിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ? ടോയ് അനിമൽസ്, അതിലെ ജിറാഫ്സ്, ടെഡി ബിയർ, ബേബി എലിഫന്റ് ഒക്കെ ഉണ്ട് അല്ലെ. പിന്നെ ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ, പിന്നെ ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് ആൻഡ് ബ്രൗൺ ഹെയർ, ടോയ് ക്ലൗണ്. ക്ലൗൺ എന്ന് പറഞ്ഞാൽ കോമാളി കേട്ടോ. ടോയ് ക്ലൗൺ ഉണ്ട്. പിന്നെ ടോയ് ട്രക്സ്, എയർപ്ലെയിൻസ് ആൻഡ് ബോട്ട്സ്, പിക്ചർ ബുക്സ്, ഗെയിംസ് ആൻഡ് ഡ്രംസ് ടു പ്ലേ. ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് അല്ലെ. എങ്ങനെ ലിസ്റ്റ് ചെയ്യാ കേട്ടോ. ആക്ടിവിറ്റി 3 ദ ലിറ്റിൽ ട്രെയിൻ ട്രൈഡ് ഹാർഡ് ബട്ട് ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. The clown and the animals climbed out of their cars. They tried to push the little train, but she could not move. What would the little train think then? അതായത് ലിറ്റിൽ ട്രെയിന് ഈ ടോയ്സും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നിന്നു അല്ലേ. അപ്പൊ ലിറ്റിൽ ട്രെയിൻ പരമാവധി പരിശ്രമിച്ചു എന്തിനു വേണ്ടിയിട്ട്? അവന്റെ വീൽസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷെ വീൽസ് ടേൺ ചെയ്തോ? ഇല്ല. കാസിൽ ഉണ്ടായിരുന്ന ക്ലൗണും അനിമൽസും ഒക്കെ പുറത്തേക്ക് ചാടി അവരും എന്ത് ചെയ്തു? ലിറ്റിൽ ട്രെയിനെ പുഷ് ചെയ്യാൻ പരിശ്രമിച്ചു അല്ലെ. പക്ഷെ അവർക്ക് മൂവ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ ലിറ്റിൽ ട്രെയിനിന്റെ ചിന്ത എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ലിറ്റിൽ ട്രെയിൻ എന്തൊക്കെയായിരിക്കും അപ്പൊ ചിന്തിച്ചിട്ടുണ്ടാവുക? അയ്യോ, ഞാൻ നല്ലോണം പരിശ്രമിച്ചു, പക്ഷെ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ, അതുകൊണ്ടാണ് എന്റെ വീൽസ് തിരിയാത്തത് എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ. പിന്നെന്തായിരിക്കും? എനിക്ക് മൗണ്ടന്റെ അപ്പുറത്തെ സൈഡിലേക്ക് എത്തണം, അവിടെ കുട്ടികള് ഫുഡിനും അതുപോലെ തന്നെ ടോയ്സിനും വേണ്ടി കാത്തു നിൽക്കുകയാണ്. പിന്നെ ക്ലൗണും അതുപോലെ തന്നെ അനിമൽസും ഒക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു, പക്ഷെ എനിക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വളരെ വിഷമത്തിലാണെന്ന് എഴുതാം. പിന്നെ എന്താണ്? നല്ലൊരു എൻജിൻ എന്നെ സഹായിക്കാൻ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് തോട്ട്സ് എഴുതാം കേട്ടോ. അപ്പൊ എങ്ങനെയാ എഴുതാം? ഹോ നോ, ഐ ഹാവ് ട്രൈഡ് മൈ ബെസ്റ്റ് ബട്ട് ഐ സ്റ്റിൽ കാൺട് മൂവ്. വൈ വോണ്ട് മൈ വീൽസ് ടേൺ? ഐ വാണ്ട് ടു റീച്ച് ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ. The children are waiting for their toys and food. I don't want to disappoint them. The clown and the animals are trying to help me, but I can't move. What can I do now? Who will help me? I am so worried and disappointed. I hope a kind engine will come and help. ഇങ്ങനെ എഴുതാം കേട്ടോ. ആക്ടിവിറ്റി 4 നോക്കാം. The little blue engine helped the little train and she continued the journey. On the way, the little train happened to meet the shiny new engine. He was surprised to see the little train. What could be the conversation between the little train and the shiny new engine? Little blue engine ലിറ്റിൽ ട്രെയിനെ സഹായിച്ചു. അവളുടെ യാത്ര തുടർന്നു. വഴിയിലെ ലിറ്റിൽ ട്രെയിൻ ഷൈനി ന്യൂ എഞ്ചിനെ കണ്ടുമുട്ടി. ലിറ്റിൽ ട്രെയിനെ കണ്ടപ്പോൾ ഷൈനി ന്യൂ എഞ്ചിന് അത്ഭുതമായി. ലിറ്റിൽ ട്രെയിനും ഷൈനി ന്യൂ എഞ്ചിനും തമ്മിലുള്ള കോൺവെർസേഷൻ ഇതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഷൈനി ന്യൂ എഞ്ചിൻ ഈ ലിറ്റിൽ ട്രെയിനെ കണ്ടപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഓ, ഐ ആം സർപ്രൈസ്ഡ് ടു സീ യു. ഹൗ ഡിഡ് യു
ക്ലൈംബ് ദ മൗണ്ടെയിൻ എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. നിന്നെ കണ്ടതിൽ എനിക്ക് വളരെ അത്ഭുതമായി, നീ എങ്ങനെയാണ് മല കയറിയത് എന്നാവൂലെ ചോദിച്ചിട്ടുണ്ടാവുക. അത് എഴുതുക കേട്ടോ. അപ്പൊ ലിറ്റിൽ ട്രെയിൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ലിറ്റിൽ ട്രെയിൻ ആരാ സഹായിച്ചത്? ലിറ്റിൽ ബ്ലൂ എൻജിൻ അല്ലേ. അപ്പൊ അതായിരിക്കില്ലേ പറഞ്ഞിട്ടുണ്ടാവുക. ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ് മീ ക്ലൈംബ് ദ മൗണ്ടെയിൻ. അപ്പൊ ലിറ്റിൽ ബ്ലൂ എൻജിൻ ആണ് സഹായിച്ച എന്ന് പറയുമ്പോൾ ഷൈനി ന്യൂ എൻജിൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? പക്ഷെ അവള് വളരെ ചെറുതല്ലേ, അവൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. റിയലി ബട്ട് ഷീ ഈസ് സോ സ്മോൾ, I didn't think she was strong enough to do that. അപ്പൊ ലിറ്റിൽ ട്രെയിൻ എന്താ മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? She believed in herself, tried her best and made. അവളിൽ സ്വയം വിശ്വസിച്ചിരുന്നു, പരമാവധി പരിശ്രമിച്ചു, എന്നിട്ട് അതിന് സാധിച്ചു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഷൈനി ന്യൂ എൻജിൻ എന്തായിരിക്കും മറുപടി പറയാ? അവൻ നേരത്തെ സഹായിക്കാത്തതിന് സോറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. But that's amazing. I feel sorry I did not help you earlier. അപ്പൊ ലിറ്റിൽ ട്രെയിൻ എന്ത് പറയും? That's okay. Now the children will get their toys. ഇപ്പൊ കുട്ടികൾക്ക് അവരുടെ ടോയ്സ് കിട്ടും എന്ന് പറഞ്ഞിട്ട് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ആക്ടിവിറ്റി 5, read the following sentences from the story and note the words underlined. കഥയിൽ നിന്നുള്ള കുറച്ച് വാക്യങ്ങളാണ് കേട്ടോ ചൂടെ കൊടുത്തിരിക്കുന്നത്. അത് വായിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. The little train carried good things to eat too. Big round oranges, fat red apples, long yellow bananas, fresh cold milk, and lollipops to eat after dinner. Look at the word pyramid and make more such word pyramids. ഇവിടെ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്തൊക്കെയാ? ബിഗ് റൗണ്ട് ഓറഞ്ചസ്, ഫാറ്റ് റെഡ് ആപ്പിൾസ്, ലോങ് യെല്ലോ ബനാനാസ്, ഫ്രഷ് കോൾഡ് മിൽക്ക് എന്നൊക്കെയാണ് അല്ലെ. ഇവിടെയൊക്കെ ഓറഞ്ചസ്, ബനാനാസ്, ആപ്പിൾസ്, അതുപോലെ മിൽക്കിനെയൊക്കെ നമുക്ക് കണ്ടോ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് അല്ലെ. എങ്ങനെയാ ഓറഞ്ചിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ബിഗ് റൗണ്ട് ഓറഞ്ചസ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. ആപ്പിൾസിനെ എങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഫാറ്റ് റെഡ് ആപ്പിൾസ് എന്നാണ് അല്ലെ. ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ് കേട്ടോ. അടുത്ത ബനാനാസ് തന്നിരിക്കുന്നത് എങ്ങനെയാ? ലോങ് യെല്ലോ ബനാന. അടുത്തത് മിൽക്ക് കണ്ടോ, ഫ്രഷ് കോൾഡ് മിൽക്ക് അല്ലെ. നമുക്ക് ഇവിടെ ഒരു വേർഡ് പിരമിഡ് തന്നിട്ടുണ്ട്. ഇതുപോലെ കൂടുതൽ വേർഡ് പിരമിഡ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാ തന്നിരിക്കുന്നത് നോക്കൂ. കാർ, ദ ബ്ലൂ കാർ, ദ ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ, ദ ബിഗ് ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ. ഈ കാറിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതിനൊക്കെ പറയാ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്നല്ലേ പറയാ. ബിഗ് കാർ എന്ന് പറഞ്ഞാലും ബ്ലൂ കാർ എന്ന് പറഞ്ഞാലും ഡിസ്ക്രൈബ് ചെയ്യാണ്. കാറ് നീലക്കാറ് എന്നല്ലേ പറയുന്നത്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ബ്ലൂ കാർ എന്ന് പറഞ്ഞാലോ നല്ല ഭംഗിയുള്ള നീലക്കാറാണ് അല്ലെ. ഇതുപോലെ നമ്മളോട് വേർഡ് പിരമിഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓറഞ്ച് അതുപോലെ തന്നെ ഫ്ലവർ വെച്ചിട്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാ എഴുതുക? ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, the orange, the round orange, the big round orange, the juicy big round orange. അടുത്തത് ഫ്ലവർ വെച്ചിട്ട് ഒരു പിരമിഡ് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പൊ എങ്ങനെ എഴുതാം? ഫ്ലവർ, the flower, the red flower, the beautiful red flower, the small beautiful red flower. അങ്ങനെ എഴുതാം അല്ലെ. ഇനി ആക്ടിവിറ്റി 6 നോക്കാം കേട്ടോ. In the story, the little blue engine says, I think I can. Ask your friends if they can do what they see in the pictures given. Write down your questions and the possible responses. ഈ കഥയിലെ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയുന്നുണ്ട് അല്ലെ. എനിക്ക് വയ്ക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. ഐ തിങ്ക് ഐ ക്യാൻ എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടില്ലേ. ഇതില് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവരോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻസ് എഴുതുക, അതുപോലെ തന്നെ അവരുടെ മറുപടി എന്താന്നുള്ളത് എഴുതാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് വൺ നമുക്ക് തന്നിട്ടുണ്ട്. ക്യാൻ യു സ്വിം എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് നീന്താൻ കഴിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പോസിബിൾ റെസ്പോൺസ് ഒന്നിലേക്ക് എന്തായിരിക്കും? കഴിയുമെങ്കിൽ യെസ് ഐ ക്യാൻ എന്നായിരിക്കും. കഴിയില്ലെങ്കിൽ എന്തായിരിക്കും? നോ ഐ കാണ്ട് എന്നായിരിക്കും അല്ലെ. ഇതുപോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അവിടെ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. എന്താ ബോൾ കളിക്കുകയാണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ക്യാൻ യു പ്ലേ ഫുട്ബോൾ എന്നായിരിക്കും അല്ലെ. അപ്പൊ എന്തായിരിക്കും പോസിബിൾ റെസ്പോൺസ് എന്നുള്ളത് അവിടെ എഴുതുക കേട്ടോ. അവര് എനിക്ക് കഴിയും എന്നാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ യെസ് ഐ ക്യാൻ എന്ന് എഴുതുക, അല്ലെങ്കിൽ നോ ഐ കാണ്ട് എന്ന് എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻ യു ഡാൻസ് എന്നാണ് അല്ലെ. റെസ്പോൺസ് എന്താ വെച്ചാൽ അത് എഴുതുക. അടുത്തത് ക്യാൻ യു സിംഗ് എന്നായിരിക്കും അല്ലെ. റെസ്പോൺസ് എന്താ വെച്ചാൽ അത് എഴുതുക. അടുത്തത് ക്യാൻ യു റീഡ്. റെസ്പോൺസ് എന്താ വെച്ചാൽ അത് എഴുതുക. അടുത്തത് ക്യാൻ യു റൈറ്റ്. റെസ്പോൺസ് എന്താ വെച്ചാൽ അത് എഴുതുക. അങ്ങനെ ചോദിക്കുക. അവര് പറഞ്ഞത് എന്താണോ അത് അവിടെ റെസ്പോൺസ് ആയിട്ട് എഴുതുക കേട്ടോ.
Activity 7. Shall we enact the story in the form of a skit? Discuss in groups how to perform the skit. The following questions will help you. അതായത് ഈ കഥ നമുക്ക് ഒരു സ്കിറ്റിന്റെ രൂപത്തിൽ അഭിനയിച്ചാലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് സ്കിറ്റ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? വാട്ട് ആർ ദ ഇവന്റ്സ് ഇൻ ദ സ്റ്റോറി? ഈ കഥയിലെ സംഭവങ്ങൾ എന്തെല്ലാമാണ്? വേർ ഡു ദ ഇവന്റ്സ് ടേക്ക് പ്ലേസ്? എവിടെയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്? ഹു ആർ ദ ക്യാരക്ടേഴ്സ്? ആരെല്ലാമാണ് കഥാപാത്രങ്ങൾ? വാട്ട് ഡു ദേ സേ? എന്തെല്ലാമാണ് അവർ പറയുന്നത്? അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിറ്റിന്റെ രൂപത്തിൽ അവതരിപ്പിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇവന്റ്സ് നമുക്കറിയാം അല്ലെ. എന്താണ് ആദ്യം തന്നെ എന്താണ്ടാവുന്നത്? ദ ലിറ്റിൽ ട്രെയിൻ ബ്രേക്സ് ഡൗൺ ഓൺ ഇറ്റ്സ് വേ ടു ഡെലിവർ ടോയ്സ് ആൻഡ് ഫുഡ് ടു ദ ചിൽഡ്രൻ. കുട്ടികൾക്ക് ടോയ്സും അതുപോലെ തന്നെ ഫുഡും കൊണ്ടുപോകുന്ന വഴിയില് ലിറ്റിൽ ട്രെയിന് കേടുവരികയാണ് അല്ലെ. അപ്പൊ എന്താ ഉണ്ടാവുക? അതിലുണ്ടായിരുന്ന ടോയ് അനിമൽസും ക്ലൗണും ഒക്കെ അതിനെ ഉന്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ സെക്കൻഡ് എന്താണ്? ദ ടോയ് അനിമൽസ് ആൻഡ് ദ ക്ലൗൺ ട്രൈ ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ. പിന്നെ എന്താ ഉണ്ടാവുന്നത്? അവിടെ ഷൈനി ബ്ലൂ എഞ്ചിനും അതുപോലെ തന്നെ ബിഗ് സ്ട്രോങ് എഞ്ചിനും ഒക്കെ വരൂല്ലേ. അവരോടൊക്കെ ഇവര് സഹായം ചോദിക്കും, പക്ഷെ അവര് നിരസിക്കൂ അല്ലെ. അതാണ് അടുത്ത ഇവന്റ്. ദേ ആസ്ക് ദ ഷൈനി ന്യൂ എഞ്ചിൻ ആൻഡ് ദ ബിഗ് സ്ട്രോങ് എഞ്ചിൻ ഫോർ ഹെൽപ്പ് ബട്ട് ബോത്ത് ഓഫ് ദം റിഫ്യൂസ്. അടുത്തതോ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ വരും. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കൂ അല്ലെ. എ സ്മോൾ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ അറൈവ്സ് ആൻഡ് അഗ്രീസ് ടു ഹെൽപ്പ്. ചെറിയ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എത്തും, എന്നിട്ട് അത് സഹായിക്കാം എന്ന് സമ്മതിക്കൂ അല്ലെ. അവസാനോ ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ സക്സസ്ഫുള്ളി പുൾസ് ദ ട്രെയിൻ ഓവർ ദി മൗണ്ടൻ. മലയുടെ മുകളിലേക്ക് എന്താണ് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ട്രെയിനിനെ വിളിച്ചു കയറ്റൂ അല്ലെ. അത്രയാണ് ഇവന്റ്സ് ഉള്ളത് അല്ലെ. Where do the events take place? എവിടെയാണ് ഈ ഇവന്റ്സ് നടക്കുന്നത്? ഓൺ ദി ട്രാക്ക് അല്ലെ. ഹു ആർ ദ ക്യാരക്ടേഴ്സ്? ഇതിലെ ക്യാരക്ടേഴ്സ് ആരെല്ലാമാണ്? ലിറ്റിൽ ട്രെയിന്, ഷൈനി ന്യൂ എഞ്ചിന്, ബിഗ് എഞ്ചിന്, ലിറ്റിൽ ബ്ലൂ എഞ്ചിന്, ടോയ് അനിമൽസ് ആൻഡ് ക്ലൗൺ അല്ലെ. അടുത്തത് ഡയലോഗ്സ് എഴുതാനാണ്. അപ്പൊ ഈ സ്റ്റോറി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അപ്പൊ ഇതിലെ ഡയലോഗ്സ് എന്തെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാം കേട്ടോ. ഓരോരുത്തരും പറഞ്ഞത് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു. ഓക്കെ, ബൈ.